പഴയ കാലത്ത് ഓണം ഇൻകംപ്ലീറ്റ് ആണ് ഈ ഒരു കാസറ്റ് കിട്ടിയില്ലെങ്കിൽ. പ്ലേ ചെയ്യാം. ചില്ലി ഗോപി അറിയോതാ ചോദിക്കട്ടെ? ഇല്ല, ഞാൻ അറിയില്ല. സുരേഷ് ഗോപി, ഭരത് ഗോപി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇനി അവരുടെ ആരെങ്കിലും ആണോ ഈ ചില്ലി ഗോപി? എൻ്റെ കയ്യിലൊരു കളക്ഷൻ ഉണ്ട്. അതായത് പഴയ കാലത്തെ 90s കിഡ്സിൻ്റെ ഒരു ഡ്രീം ഡിവൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കളക്ഷനാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ ഒരു കളക്ഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു സെറ്റിൽ നിന്നാണ്. ഇതൊരു നാഷണൽ പാനസോണിക്കിൻ്റെ RQ565D എന്ന് പറഞ്ഞ മോഡലാണ്. 1975 ഇറങ്ങിയ ഒരു സെറ്റാണ്. ടേപ്പ് റെക്കോർഡിൽ വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ ഇരുന്ന് പല ഹിന്ദി പാട്ടുകളൊക്കെ കേൾക്കാൻ നേരത്ത് ഭയങ്കര ഒരു ഫീല് തോന്നി. അപ്പോൾ ഞാൻ പുള്ളിക്കാരത്തിനോട് പറഞ്ഞ് എന്തെങ്കിലും നമുക്കിങ്ങനെ ഒരു സാധനം അല്ലെങ്കിൽ ടേപ്പ് റെക്കോർഡർ ഒന്ന് കളക്ട് ചെയ്ത് കൂടാ എന്നൊന്ന് ചിന്ത വന്നത്. അങ്ങനെ ഞങ്ങളൊരു 1 ഇയർ ടാർഗറ്റ് വെച്ച് കളക്ട് ചെയ്തതാണ്. അപ്പോൾ പുള്ളിക്കാരത്തിയുടെ കഴിഞ്ഞ മാർച്ച് 2022 ബർത്ത്ഡേക്ക് വേണ്ടി നമ്മളൊരു വെറൈറ്റി ഗിഫ്റ്റായിട്ട് മേടിച്ചു കൊടുത്തൊരു സെറ്റാണിത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കളക്ഷൻ. കഴിഞ്ഞൊരു 1 ഇയർ കൊണ്ട് നമ്മൾ കളക്ട് ചെയ്തതാണിത്. നാഷണൽ പാനസോണിക്, സാനിയോ, സോണി, ഷാർപ്പ്, പൈനിയർ ഈ 5 ബ്രാൻഡുകളുടെ പ്രീമിയം സെറ്റുകളാണ് കൂടുതൽ എൻ്റെ കളക്ഷനിലുള്ളത്. കാരണം ഇങ്ങനത്തെ സെറ്റുകൾക്കാണ് ആ കാലത്ത് ഏറ്റവും കൂടുതൽ മേക്കിംഗ് ക്വാളിറ്റി ഉള്ളത്. അതുകൊണ്ടാണ് ഇപ്പോഴും ഇതെല്ലാം വർക്കിംഗ് ആയിട്ട് ഇരിക്കുന്നതിന് കാരണം. മന്ത്ലി വൺസെങ്കിലും ഈ സാധനം ഓണാക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വെറുതെ ഇരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ടേപ്പ് റെക്കോർഡിന് ഉപരി നമ്മൾ ഈ ഒരു കൊല്ലം കൊണ്ട് എന്ത് ചെയ്തെന്ന് നോക്കിയാൽ എന്ത് കിട്ടിയെന്ന് നോക്കിയാണെങ്കിൽ ഏറ്റവും വലിയത് ബന്ധങ്ങളാണ്. കേരളത്തിലെ മിക്ക ജില്ലകളിലും ഞാൻ പോയി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നാളെ ഏത് ജില്ല പോയാലും അവിടെ ചെറിയ ബന്ധുക്കാർ പോലെ നമുക്ക് ഇവരെ കാണാം, ഇവരെന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യും. അതായത് ഈ വെച്ചേക്കണതൊക്കെ നാഷണൽ പാനസോണിക്കിൻ്റെ ഒരു 75 to 80 കാലഘട്ടത്തിൽ ഇറങ്ങിയ സെറ്റുകളാണ്, മോണോ സെറ്റുകളാണ്. മോണോയും പിന്നെ സ്റ്റീരിയോയും വന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു 80s വരെയുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇത് ഈ പറഞ്ഞ പോലെ 80s സ്റ്റാർട്ട് ചെയ്യണത്. 80s 85 വരെയുള്ള സെറ്റുകളാണ് ഇത്. ഈ മുകളിൽ കിണക്കെന്ന് പറഞ്ഞാൽ 80s പ്രീമിയം സെറ്റുകളാണ്. ആ കാലത്ത് ഒരുപാട് ഫീച്ചറുകളും ഒക്കെ ഉള്ള സെറ്റുകളാണിത്. ഇന്ത്യൻ മെയ്ഡ് അല്ല, കാരണം എല്ലാം ഗൾഫിൽ നിന്ന് വന്ന സെറ്റുകളാണ്. അതായത് പ്ലെയിൻ കയറി വന്നതെന്ന് പറയാം നമുക്ക്. പ്ലെയിൻ കയറി വന്ന സെറ്റുകളാണ്, ഇന്ത്യൻ മെയ്ഡ് ഒന്നുമില്ല സെറ്റുകളല്ല. റീസെൻ്റ്ലി ഈ സാധനത്തിനൊക്കെ അത്യാവശ്യം ഡിമാൻഡുള്ള ഐറ്റം തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാമായിരിക്കും eBayയിലേക്ക് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു 1000 USD അടുത്ത് വരും. അതായത് ഒരു INR പറയുകയാണെങ്കിൽ ഒരു 80,000-90,000 രൂപയുടെയൊക്കെ അടുത്ത് വന്നുണ്ട് ഈ സാധനം. എനിക്ക് എല്ലാ സെറ്റുകളിലും ഒരുപാട് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു സെറ്റ് ഞാൻ എടുത്തതെന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് കൊടുത്ത് മകൻ അങ്ങ് പോയി. പക്ഷേ ആ വീട്ടിൽ നിന്ന് എനിക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം അമ്മയ്ക്ക് അതിങ്ങനെ വിട്ടുതരാൻ അത്രയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അവരൊരുപാട് മെമ്മറീസ് അല്ലെങ്കിൽ പാട്ട് കേട്ട് മെമ്മറീസൊക്കെ ഉള്ളൊരു സെറ്റായിരുന്നത്. ടേപ്പ് റെക്കോർഡർ കൂടാതെ കാസറ്റിൻ്റെ കൂടി ഒരു കളക്ഷൻ ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 1500ഓളം കാസറ്റുകളുണ്ട്. അപ്പോൾ കളക്ഷനിൽ കൂടുതലെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് കാസറ്റുകളാണ് നമ്മൾ മെയിനായിട്ട് കളക്ട് ചെയ്യണത്. ഇതൊരു 1000ഓളം ഇംഗ്ലീഷ് കാസറ്റുകളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് കാസറ്റ് കളക്ഷനുള്ളത്. ഓക്കെ, ഇതൊക്കെ പഴയ കാലത്തെ ഹിറ്റ് ആൽബംസാണ്. കാർപ്പൻറ്റേഴ്സ്, പിങ്ക് ഫ്ലോയിഡ്, ബിഗീസ്, മഡോണ. പിന്നെ ഇവിടെ നമുക്ക് കാണാം മെറ്റാലിക്ക, ഗോൾപ്ലേ, ലിങ്കിൻ പാർക്ക്, പിന്നെ എനിഗ്മ, അബ്ബ, ഇവിടെ മൈക്കിൾ ജാക്സൺ എല്ലാം ഉണ്ട്. ബാഡ് ഹിസ്റ്ററി എല്ലാം ഉണ്ട്. പിന്നെ ബോണിയം, മുകളിൽ ബോണിയം, യാനി, അങ്ങനെ ആ കാലത്തെ ജിംറാവിസോട്ട് അങ്ങനത്തെ എല്ലാ ഹിറ്റുകളും ഉണ്ട് കളക്ഷനിൽ. 2009 റെഡ് ചില്ലീസ് എന്ന് പറഞ്ഞ മോഹൻലാലിൻ്റെ ഒരു സിനിമയാണ് അവസാനമായിട്ട് ഓഡിയോ കാസറ്റ് ഇറക്കിയത്. പിന്നെ കഴിഞ്ഞ ഇയറിൽ ഹൃദയത്തിൻ്റെ പറഞ്ഞ് ഇറങ്ങിയായിരുന്നു. ഇത് അത്യാവശ്യം കളക്ടേഴ്സിന് വേണ്ടി ഇവർ ഇറക്കിയേക്കുന്ന ഒരു ഓഡിയോ കാസറ്റാണിത്. പ്രത്യേകിച്ച് കാസറ്റിൻ്റെ ഒരു റേറ്റ്, കാരണം പ്രൊഡക്ഷൻ ഇല്ലാത്തതുകൊണ്ട് റേറ്റ് വന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ പാട്ടും അല്ലെങ്കിൽ അതിലെ മേക്കിങ് ഏത് ബ്രാൻഡിൻ്റെ കാസറ്റാന്നൊക്കെ നോക്കിയിട്ടാണ് ശരിക്കും റേറ്റ് തീരുമാനിക്കണത്. കൂടാതെ എനിക്ക് ക്യാമറയുടെ ഒരു കളക്ഷൻ ഉണ്ട്. ഇപ്പം എൻ്റെ കയ്യിലൊരു 300+ ക്യാമറകളുണ്ട്. അതായത് ഒരു 200ഓളം ഫിലിം ക്യാമറകൾ, 100 അടുത്ത് ഡിജിറ്റൽ ക്യാമറകളുടെയും കളക്ഷനുകളുണ്ട്. പഴയ ക്യാമറയാണിത്. അതായത് 1938 ആർഗസ് എന്ന് പറഞ്ഞൊരു അമേരിക്കൻ സാധനമാണിത്. പിന്നെ നല്ല വെയിറ്റ് വരും ഇതിനൊരു സാധനം. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ യാഷികയുടെ 1958 വന്നാണ്. യാഷികയുടെ ഇങ്ങനെ നോക്കിയെടുക്കാവുന്ന ക്യാമറയാണിത്.
ആദ്യത്തെ ഗിഫ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഒരുപാട് സന്തോഷമായി. അതിനുശേഷം ഇത്രയും വലിയൊരു കളക്ഷൻ ഈ വീട്ടിലുണ്ടാവും എന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ പാട്ട് വന്നതിലൂടെ, റേഡിയോ വന്നതിലൂടെ എല്ലാ സാറ്റർഡേ സൺഡേയും ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് പാട്ട് കേൾക്കാറ്. അതിലും വലിയ സന്തോഷം. നമ്മുടെ ഒരു എയിം എന്ന് പറഞ്ഞാൽ ഒരു പാട്ടിന് വേണ്ടിയിട്ടൊരു സ്ഥലം. അപ്പോൾ ഇങ്ങനെ അനലോഗ് സൗണ്ടിൽ ഒരു സ്ഥലത്തിരുന്ന് നമുക്ക് പാട്ട് കേട്ടാൽ നമ്മുടെ പഴയ ഓർമ്മകൾ അല്ലെങ്കിൽ കുറേ നൊസ്റ്റാൾജിയൊക്കെ തിരിച്ചെടുക്കാവുന്നൊരു സ്പേസ് ഉണ്ടാക്കണം എന്നാണ് അടുത്തൊരു ലക്ഷ്യം. വീടുകളിൽ നിന്ന് ഈ സാധനം സ്ക്രാപ്പിൽ കൊടുക്കണേക്കാൾ നല്ലത് നമ്മളെപ്പോലെയുള്ള കളക്ടേഴ്സിനൊക്കെ തരികയാണെങ്കിൽ ആ സാധനം നമ്മൾ പൊന്നുപോലെ നോക്കിയോളാം. അത് നമ്മുടെ വീട്ടിലെന്തായാലും സേഫായിട്ട് ഇരുന്നോളും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.